ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിലെ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇന്റർഡിപെൻഡൻസ്, കാർഷിക മേഖലയും അതുപോലെ തന്നെ വ്യാവസായിക മേഖലയും സർവീസ് മേഖലയായിട്ടുള്ള ലിങ്കേജ് എന്താണ്, അല്ലെങ്കിൽ പരസ്പരമായിട്ടുള്ള അവരുടെ എന്താണ് ഇതാണ് ഡിപ്പെൻഡൻസ് എന്താണ്. നമുക്കറിയാം സൈമൺ കൂസ്നെറ്റ്സ് ആണ് അതിനെക്കുറിച്ച്. സൈമൺ കൂസ്നെറ്റ്സ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അതാണ്. അദ്ദേഹം ഈ കാർഷിക മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ, പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതിക്ക് എങ്ങനെയാണ് കാർഷിക മേഖല സപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, പ്രൊഡ്യൂസേഴ്സ് ഫുഡ് ആൻഡ് റോ മെറ്റീരിയൽസ്, മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ അസംസ്കൃത പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് മാർക്കറ്റ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. വ്യവസായിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവന മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സേവന മേഖലയുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ അല്ലെങ്കിൽ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്നത് കാർഷിക മേഖലയിൽ നിന്നാണ്. പിന്നെ ഇറ്റ് സപ്ലൈസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, ആവശ്യമായിട്ടുള്ള ലേബർ നമ്മൾക്കറിയാം മൈഗ്രേഷനിൽ കൂടി സർവീസ് സെക്ടറിലേക്കും അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിലേക്കും സർവീസ് സെക്ടറിൽ നിന്നിലേക്കും വ്യവസായ മേഖലയിലേക്കും ഇറ്റ് സപ്ലൈസ് ലേബർ ആസ് വെൽ ആസ് ക്യാപിറ്റൽ. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ വിദേശത്തേക്ക് കയറ്റിയെടുക്കുമ്പോൾ നമ്മൾക്ക് ധാരാളമായിട്ട് നമുക്ക് വിദേശ നാണയങ്ങൾ നേടിത്തരുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ സൈമൺ കൂസ്നെറ്റ് പറയുന്നത്. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ. സോ സിമ്പിൾ ഇറ്റ് ഈസ്. ഏതെല്ലാമാണ്? വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ്? 4 മേഖലയിലാണ് കോൺട്രിബ്യൂഷൻ. ഒന്ന്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. രണ്ടാമത്, പ്രൊഡക്റ്റ് കോൺട്രിബ്യൂഷൻസ് ലൈക്ക് ഫുഡ്, ഫൈബർ, ദെൻ അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ്. ദെൻ ഇത് കൂടാതെ മാർക്കറ്റ് കോൺട്രിബ്യൂഷൻസ് മീൻസ് ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചർ ആസ് വെൽ ആസ് നോൺ അഗ്രികൾച്ചറൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നു. ദെൻ ഇത് കൂടാതെ നാലാമത്തത് ഫോറിൻ എക്സ്ചേഞ്ച് കോൺട്രിബ്യൂഷൻ. വെൻ വി എക്സ്പോർട്ട് വി ഗെറ്റ് എക്സ്പോർട്ട് ഏർണിങ്സ് ആൻഡ് ഔട്ട് ഓഫ് നമുക്ക് വി ആർ ഏബിൾ ടു പ്രാക്ടീസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ 4 കോൺട്രിബ്യൂഷനും കൊണ്ട് നമുക്ക് എന്താണ് ഇറ്റ് ഈസ് ആക്ച്വലി എയ്ഡ്. നോക്കിയ അതിന്റെ എല്ലാ ആരോ കാണിക്കുന്നത് ഇറ്റ് ഈസ് എയ്ഡിങ് ആക്ച്വലി ഇക്കണോമിക് ഡെവലപ്മെന്റ്. ആ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ ഓക്കെ ദിസ് വൺ ആരോ ഗോസ് ദിസ് വേ, ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഓക്കെ, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, ടെക്നോളജി, ദെൻ diffusion as well as external services, financial institutions, transport, communication. ഇതെല്ലാം ഇതേപോലത്തെ ഇന്റർലിങ്കേജ് ഉണ്ടാവും ബിറ്റ്വീൻ അഗ്രികൾച്ചർ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഇക്കോണമി. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഇക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഇൻഡസ്ട്രി ആസ് വെൽ ആസ് സർവീസ് സെക്ടേഴ്സ്. Now we go to another section with regard to agriculture, that is agrarian relations and market linkages. It's a pretty long chapter. Now we will go straight away to this. What is the introduction? Agrarian relations in India. അതായത് കാർഷിക മേഖലയിൽ ഉള്ള കർഷകരും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ മറ്റ് പ്രവർത്തിക്കുന്ന മറ്റ് മേഖലകളായിട്ടുള്ള ബന്ധങ്ങൾ. അഗ്രിയൻ റിലേഷൻസ് ഇൻ ഇന്ത്യ ധാരാളം ചേഞ്ചസ് ആയി, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം. നമ്മൾക്കറിയാം ആദ്യമായിട്ട് ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റം ഓഫ് അഗ്രികൾച്ചർ. വാട്ട് ഈസ് ദിസ് ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റം ഓഫ് അഗ്രികൾച്ചർ മീൻസ്? മനസ്സിലായോ? പൗരപ്രമാണിമാരി അല്ലെങ്കിൽ കുട്ടി രാജാക്കന്മാരി, പൗരപ്രമാണിമാര് ഭരിച്ചിരുന്ന ഇതുണ്ടായി. ഇതെല്ലാം നമ്മൾ 1956 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1956 ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റം ഓഫ് അഗ്രികൾച്ചർ, ഈ പ്രമാണിമാരുടെ കൈവശം ഭൂമി വയ്ക്കുകയും മറ്റവരെ അടിമകളായിട്ട് പോലെ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനം 1956 ആദ്യം തന്നെ നിർത്തലാക്കി. ആദ്യമായിട്ട് എന്താണ് ചെയ്യുന്നത്? ഏതെല്ലാം കർഷകർ എവിടെയെല്ലാം കർഷകർ കൃഷി ചെയ്യുന്നുവോ അതിൻ്റെ ഉടമസ്ഥാവകാശം ആ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ പറഞ്ഞത് ലാൻഡ് ടു ദ ഓണർഷിപ്പ് റൈറ്റ് ടു ദ കൾട്ടിവേറ്റേഴ്സ്, അല്ലെങ്കിൽ ലാൻഡ് വേറൊരു രീതി പറഞ്ഞ ലാൻഡ് ടു ദ ടില്ലർ ഓഫ് ദ സോയിൽ. ടില്ല് ചെയ്യുക മീൻസ് കൃഷി ചെയ്യുക. ആരാണ് ആ സ്ഥലം കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഉടമസ്ഥാവകാശം അയാൾക്ക് കൊടുക്കുക. അതായത് ഇതൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരുന്നു കാർഷിക മേഖലയുടെ റിഫോമിന്. കാരണം എന്താണ്? ഇറ്റ് എൻഷുർഡ് ദ റൈറ്റ് ടു ദ ടില്ലേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. കൂടുതൽ ആളുകൾ അങ്ങനെ സ്വകാര്യ മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകൾ കാർഷിക മേഖലയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ
പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും ഉൽപാദനക്ഷമതയും ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. അതിനുശേഷം ധാരാളം വ്യത്യാസങ്ങൾ കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ചിലതെല്ലാം ഗവൺമെന്റിന്റെ നിർദ്ദേശത്തോടുകൂടി, അതുപോലെ തന്നെ മറ്റത് ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് താല്പര്യം എടുത്തുകൊണ്ട് ചിലതെല്ലാം നടപ്പിലാക്കി, മറ്റതെല്ലാം മാർക്കറ്റ് ഫോഴ്സസ്. അതായത് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് സീലിംഗ് വെച്ച് കൈവശമുള്ള ഭൂമിയുടെ പരിധി നിശ്ചയിച്ചു. Say for example 17 acres of land അല്ലെങ്കിൽ 40 acres of land in the rural areas, 17 acres of land in the urban areas, whatever it is, കൈവശമുള്ള ഭൂമിയിലെ പരിധി നിശ്ചയിക്കുക. അതിനാണ് പറഞ്ഞത് ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. ഷെയർ ക്രോപ്പിംഗ് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഫാമേഴ്സ് തമ്മിൽ ഒത്തുചേർന്നുകൊണ്ട് ഷെയർ ആയിട്ട് ക്രോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ജന്മികളും കുടിയാന്മാരും തമ്മിൽ ഒന്നിച്ച് അല്ലെങ്കിൽ ടെനന്റ് ആയിട്ട് അവർ ഒന്നിച്ച് ഷെയർ ക്രോപ്പ് ചെയ്യുക. ദ ലാൻഡ് ടെനൻസി, ലാൻഡ് ടു ദ ടില്ലർ, ലാൻഡ് അത് ജന്മി കുടിയാൻ ബന്ധം, അതിനാണ് പറഞ്ഞത് ജന്മി കുടിയാൻ ബന്ധം. അതുപോലെ തന്നെ കോൺട്രാക്ടറൈസേഷൻ ഓഫ്, തൊഴിലാളികൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ, പെർ പീസ് വർക്കിന് തൊഴിലാളികൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കോൺട്രാക്ടറൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലേബർ. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ അഗ്രികൾച്ചർ റിലേഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ഇന്ത്യയിലെ അഗ്രികൾച്ചർ റിലേഷൻസ് രണ്ട് ഇതിലാണ് അവർ തീരുമാനിക്കുന്നത്. ഒന്ന് ലാൻഡ് ടെന്യൂർ, രണ്ടാമത് അഗ്രിയറിയൻ സ്ട്രക്ചർ. എന്താണ് ലാൻഡ് ടെന്യൂർ? മീൻസ് ദ റിലേഷൻഷിപ്പ് ഓഫ് എ പീപ്പിൾ വിത്ത് റെസ്പെക്ട് ടു ലാൻഡ്. ജനങ്ങളും ലാൻഡ് ഭൂമിയും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണെന്നും. ഒന്ന് റിലേഷൻഷിപ്പ് ക്യാൻ ബി ഐദർ ലീഗൽ ഓർ കസ്റ്റമറി, അല്ലെങ്കിൽ ഫോർ ഇൻഡിവിജ്വൽസ് ഓർ ഐദർ ഫോർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്. അപ്പൊ റിലേഷൻഷിപ്പ് ഒന്നില്ലെങ്കിൽ ലീഗലാകാം, നിയമപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന അതിനെ പറഞ്ഞ കസ്റ്റമറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐദർ ഫോർ ഒന്നിലെ വ്യക്തികൾക്കാകാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫാമേഴ്സിനാകാം. അപ്പൊ എങ്ങനെയാണ് ഒരു ലാൻഡ്, ലെറ്റ് us take a piece of 1 acre ലാൻഡ് ഉണ്ട്, അത് എങ്ങനെയാണ് ഓൺ ചെയ്തത്? യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫർ, എങ്ങനെയാണ് അത് ഓൺ ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അഗ്രേറിയൻ സ്ട്രക്ചർ, അതെന്താണ് പറയുന്നത്? ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ഓൾ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, കൺസംഷൻ ഉണ്ട്. ഇതെല്ലാമാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇതെല്ലാം എങ്ങനെയാണ്? ഇതെല്ലാം റിലേറ്റഡ് ആണ്. ഇത് രണ്ടും അഗ്രികൾച്ചർ റിലേഷൻസും അഗ്രേറിയൻ സ്ട്രക്ചറും ഇതൊക്കെ രണ്ടും യഥാർത്ഥത്തിൽ ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. ഹൗ ഇറ്റ് ഈസ് ബീങ് ഇന്റർ റിലേറ്റഡ്? കാരണം ദീസ് റിലേഷൻസ് ഡിറ്റർമിൻ ഹൗ ആൻഡ് ബൈ ഹൂം ലാൻഡ് ഈസ് ടു ബി കൾട്ടിവേറ്റഡ്. ഹൗ, എങ്ങനെ കൃഷി ചെയ്യണം, ആരെ കൊണ്ട് ഇത് കൃഷി ചെയ്യിപ്പിക്കണം, എന്തെല്ലാം ക്രോപ്പുകൾ കൃഷി ചെയ്യണം, ആൻഡ് ഫോർ വാട്ട് പർപ്പസ്, ഏത് പർപ്പസ്. നമുക്കറിയാം ഫുഡ് ആർട്ടിക്കിൾസ് കൺസ്യൂം ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ തന്നെ നോൺ ഫുഡ് ആയിട്ട് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അതിനെ പറയുന്നത്. അതുകൊണ്ടാണ് വാട്ട് പർപ്പസ്, ദെൻ ഹൗ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഇൻകംസ് ഹാവ് ടു ബി, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഇൻകംസ് ഹാവ് ടു ബി. എങ്ങനെയാണ് ഇത്, അല്ലെങ്കിൽ ഇനീക്വാലിറ്റി ഉണ്ടാവും, ഹൗ ഇറ്റ് ഈസ് ടു ബി, അത് എങ്ങനെയാണ് പിന്നെ വ്യക്തികൾ തമ്മിൽ അത് ഡിവൈഡ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഇൻ വാട്ട് വേ, ഇൻ വാട്ട് ടേംസ് അഗ്രികൾച്ചർ ഇസ് ലിങ്ക്ഡ്, എങ്ങനെ ഏത് രീതിയിൽ കൂടിയാണ്, അതുപോലെ തന്നെ ഏത് ടേംസിൽ കൂടിയാണ് കൃഷിയും മറ്റു മേഖലയായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ദീസ് റിലേഷൻസ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദി അഗ്രികൾച്ചറൽ സെക്ടർ. ഒന്ന് നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ്? നമുക്കറിയാം ലാൻഡ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ഓഫ് ദ പീപ്പിൾ ടു ലാൻഡ്. ഇതാണ് ഇപ്പോൾ ലാൻഡ് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ്? ബന്ധം എന്താണ്? കർഷകരും ലാൻഡും തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം അഗ്രേറിയൻ സൊസൈറ്റിയിൽ ദ ആക്സസ് ഓഫ് എ പേഴ്സൺ ടു ലാൻഡ്. നമുക്കറിയാം ഈ ഒരു കാർഷിക മേഖലയിൽ ഒരാളുടെ യഥാർത്ഥത്തിൽ ലൈവ്ലിഹുഡും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്റ്റാറ്റസ് യഥാർത്ഥത്തിൽ നിർണ്ണയിക്കുന്നത് എന്താണ്? ലാൻഡിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾക്ക് എന്തുമാത്രം സ്ഥലം എന്താണ്? പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ വ്യവസായ മേഖലകളിലും സേവന മേഖലകളിലെല്ലാം അത്രയും ഡെവലപ്പ് ചെയ്യാത്ത സമയത്ത് ഒരാളുടെ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തുള്ള ഒരാളുടെ സ്റ്റാറ്റസ്, സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള സ്റ്റാറ്റസും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉപജീവന മാർഗവും അദ്ദേഹം ആശ്രയിച്ചെന്ന് വെച്ചത് ലാൻഡിനെയാണ്. അപ്പൊ the most important form of land relation in ownership of land, which can be in the form of individual or community one.
ഒന്നല്ലെങ്കിൽ വ്യക്തികളുടെ കൈവശം ലാൻഡ് ആകാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമേഴ്സിന്റെ കയ്യിൽ വേണമെങ്കിൽ ഓണർഷിപ്പ് കൊടുക്കാം. അപ്പൊ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കൈവശമുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാനും അത് നിയന്ത്രിക്കാനും അത് മറ്റാളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും. നേരെ മറിച്ച് കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ് of the community. They have access to ഈ members of the community ആണ് ലാൻഡ് ഉപയോഗിക്കുന്നതിനും as per the norms, and there are also norms and rules which are actually be set up by the community, that is the common grace land. ഇനി ഇത് കൂടാതെ ഓണർഷിപ്പ് കൂടാതെ ലാൻഡ് ക്യാൻ ബി അക്വയർഡ്. ഒരാൾക്ക് വേണമെങ്കിൽ ലാൻഡ് വേണമെങ്കിൽ അക്വയർ ചെയ്യാം. എങ്ങനെയാണ്? അദ്ദേഹത്തിന് പാട്ടത്തിന് എടുക്കാം, ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെനൻസി. പാട്ടത്തിനെടുത്തുകൊണ്ട് ജന്മിയിൽ നിന്ന് ഭൂമി വേണമെങ്കിൽ പാട്ടത്തിനെടുത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ കൃഷി ചെയ്യാം. വേറൊരു ഗ്രൂപ്പ് ആളുകളാണ് ലാൻഡ് റിലേഷൻസീസ്, ലാൻഡ്ലെസ് ലേബർ. അവരുടെ കൈവശം ഗ്രാമപ്രദേശത്തിൽ അവരുടെ കൈവശം ലാൻഡ് ഒന്നുമില്ല, സ്വന്തമായിട്ടില്ല. പക്ഷെ അവരെന്താണ് ചെയ്തത്? മറ്റുള്ളവരുടെ ഭൂമിയിൽ അവർ ജോലി ചെയ്യാൻ പോകും. ഒന്നില്ലെങ്കിൽ പീസ് വർക്കിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഡെയിലി വേജസിന്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ വേജസ് ഇൻ കൈൻഡിന്റെ അടിസ്ഥാനത്തിലോ അത് യു ക്യാൻ വർക്ക് ആസ് എ ലേബറർ ഓൺ അതർ ഫാം ഫോർ വേജ് എംപ്ലോയ്മെന്റ്. അപ്പോൾ ഈ അദ്ദേഹം ഒരു കാഷ്വൽ ലേബർ ആണ്. ഇനി അടുത്തത് ടേം ലേബർ. എന്താണ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇറ്റ് റിഫേഴ്സ് ടു എ പേഴ്സൺ ഹു വർക്ക്സ് ഓൺ അനദർ പേഴ്സൺസ് ലാൻഡ് ഫോർ വേജ് പെയ്ഡ് ഇൻ മണി. അപ്പോൾ ലേബറർ മീൻസ്, അഗ്രികൾച്ചർ ലേബറർ മീൻസ് അദ്ദേഹം ആരെങ്കിലും ഒരാളുടെ ഭൂമിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നതാണ്. പക്ഷെ ജോലി ചെയ്യുന്നത് വെറുതെ അല്ല, അദ്ദേഹത്തിന് വേജസ് കിട്ടും. ഒന്നില്ലെങ്കിൽ പണത്തിന്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇൻ കൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഷെയർ പ്രൊഡ്യൂസ്. അവർ പറയും, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൃഷി ചെയ്യുക, അതിനകത്തുനിന്ന് നിങ്ങളുടെ ലേബർ ബാക്കി ഇൻപുട്ടുകളൊക്കെ അവർ മേടിച്ചു കൊടുക്കും, വളം, വിത്ത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. പക്ഷെ ലേബറിന് അവർ കൂലി കൊടുക്കില്ല. പക്ഷെ എന്താണ് അപ്പൊ പ്രൊഡ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് 30% 40% ആരാണ് കൃഷി ചെയ്യുന്നത് അവർക്ക് എടുക്കാം. ബാക്കി ഈ ഇൻപുട്ടുകൾ, മനസ്സിലായോ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളും വളങ്ങളും അതേപോലെ ഉപകരണങ്ങളൊക്കെ ജന്മി മേടിക്കുന്നത് കാരണം അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള എമൗണ്ട് കൊടുക്കുകയും വേണം. അതിനെ പറഞ്ഞത് ഷെയർ ക്രോപ്പിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പൊ ഇന്ത്യയിൽ മജോറിറ്റി കൂടുതൽ ആളുകളും ഇവിടെ നിന്നാണ് ഈ അഗ്രികൾച്ചറൽ ലേബേഴ്സ് പ്രത്യേകമായിട്ട് വരുന്നത് ഈ ട്രൈബുകളിൽ നിന്ന്. ഷെഡ്യൂൾഡ് ട്രൈബുകളും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഇവരെല്ലാമാണ് സാധാരണഗതിയിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്തവരായിട്ട് കണ്ടുവരുന്നത്. ആൻഡ് അഗ്രികൾച്ചർ ലേബറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് പെർമനന്റ് അഗ്രികൾച്ചർ ലേബർ ഉണ്ട്, കാരണം അറ്റാച്ച്ഡ് ആണ്, അവർക്ക് സീസൺ അനുസരിച്ച് അവർക്ക് ജോലി കിട്ടും. നേരെ മറിച്ച് മറ്റാളുകളുണ്ട്, കാഷ്വൽ ലേബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോൺട്രാക്ട് ലേബേഴ്സ്. നമുക്കറിയാം ഈ കോൺട്രാക്ട് ലേബേഴ്സ് യഥാർത്ഥത്തിൽ അവർക്ക് ജോലി കിട്ടുന്നത് സീസണിന്റെ അടിസ്ഥാനത്തിലാണ്. കൂടുതൽ ജോലിയുള്ള സമയത്ത് അവരെ കൂടുതൽ സമയം എടുക്കുകയും അതുപോലെ തന്നെ ജോലി കുറയുമ്പോൾ ഈ കോൺട്രാക്ട് ലേബേഴ്സിനെ പറഞ്ഞു വിടുകയും ചെയ്യും. നേരെ മറിച്ച് പെർമനന്റ് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ പെർമനന്റ് ജോലിക്കാർക്ക് പെർമനന്റ് ആയിട്ട് അവർക്ക് ജോലി ചെയ്യും. കാഷ്വൽ ലേബർ ഇസ് ഹയർഡ് ഓൺ ദ മാർക്കറ്റ് ഡ്രിവൺ വേജ് റേറ്റ്, അന്നത്തെ കൂലിയുടെ അടിസ്ഥാനത്തിൽ, and when required, especially during the peak and agricultural activities. Then ലേബർ റിലേഷൻസും ഇതുപോലെ തന്നെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കാലഘട്ടം അനുസരിച്ച്, കാലത്തിന്റെ പോക്കനുസരിച്ച്. ഒന്ന്, ഫാം മെക്കനൈസേഷൻ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ച്. പല ഫാമുകളും മെക്കനൈസ്ഡ് ആയിട്ടുണ്ട്, ടെക്നോളജിക്കൽ സാങ്കേതികമായിട്ട് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാം ഡൈവേഴ്സിഫിക്കേഷൻ, ഭക്ഷ്യധാന്യങ്ങൾ മാത്രമല്ല കമേഴ്ഷ്യൽ ക്രോപ്പുകളും. മനസ്സിലായി? കമേഴ്ഷ്യൽ ക്രോപ്പുകൾ മീൻസ് ദോസ് എയിംഡ് ഫോർ മാർക്കറ്റ് ഇൻ ഓർഡർ ഫോർ ടു കേറ്റർ ടു ദ നീഡ്സ് ഓഫ് ദ ഇൻഡസ്ട്രീസ്. ദെൻ ഔട്ട് മൈഗ്രേഷൻ, ഇത് പുറത്തു പോകുകയും സോഷ്യോ ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, സാമ്പത്തികമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ്. അതുപോലെ തന്നെ പബ്ലിക് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, MNREGA, ദാറ്റ് ഈസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. അതിനെ പറഞ്ഞത് അഫർമേറ്റീവ് പോളിസീസ് എന്നത്. പിന്നെ റൂറൽ നോൺ ഫാം എംപ്ലോയ്മെന്റ് ഈസ് എക്സ്പാൻഡിങ് ആൻഡ് അഗ്രികൾച്ചർ ഈസ് അണ്ടർഗോയിങ്. റൂറൽ നോൺ ഫാം എംപ്ലോയ്മെന്റ് ഇറ്റ്സ് MG, NREGA ഇതെല്ലാം. അതുപോലെ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഇതിനൊക്കെ പറഞ്ഞത് റൂറൽ നോൺ ഫാം എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അഗ്രികൾച്ചർ ഈസ് അണ്ടർഗോയിങ് റാപ്പിഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് വിത്ത് ദ അഡോപ്ഷൻ ഓഫ് പുതിയ ടെക്നോളജി.
അപ്പോൾ ഇതേപോലത്തെ ഉള്ള പുതിയ പുതിയ മാറ്റങ്ങൾ ലേബർ റിലേഷൻസ്, കൃഷിയിലുള്ള ലേബർ റിലേഷൻസ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പുതിയ പുതിയ ലേബർ റിലേഷൻസ് ആണ് ഉയർന്നു വന്നിരിക്കുന്നത്. Now this got gradually shifted first to the casualization and still later to the contractualization of agriculture. ഇന്നിപ്പോൾ എന്താണ് കൂടുതൽ ഞാൻ പറഞ്ഞില്ല, പീസ് വേജിൽ കാഷ്വൽ ജോലിക്കാരുണ്ട്, അതുപോലെ തന്നെ ഇത് കൂടാതെ തന്നെ കോൺട്രാക്ച്വൽ laborers in agriculture. Now, particularly in the agriculturally developed regions, landless laborers now prefer to work as contract labor on a piecework. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും എവിടെയാണ് അഗ്രികൾച്ചറലി ഡെവലപ്ഡ് റീജിയൻസ് ഉണ്ട്, അവിടെയെല്ലാം കൂടുതൽ ആളുകൾ എന്താണ് കോൺട്രാക്റ്റഡ് ലേബറേഴ്സ് ആണ്. They work on a piece rate basis rather than on a casual rate അല്ലെങ്കിൽ wage rate is. ഇനി അടുത്തത് ക്യാപിറ്റൽ. നമുക്കറിയാം ക്യാപിറ്റൽ വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സ് ആണ്. എന്ത് സാങ്കേതിക പുരോഗതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. ഇറ്റ്സ് ലാർജ്ലി ഡിറ്റർമിൻഡ് ബൈ ദ ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് ടെനൻസി ചേഞ്ചസ്. അപ്പോൾ ലാൻഡ് ഓണർഷിപ്പ് ആണ് കൂടുതൽ എന്തുമാത്രം ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം ലാൻഡിൽ ഉൾപ്പെടുത്തണം. ഫ്യൂഡൽ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു, മനസ്സിലായോ, നാടുവാണിയുടെ സമയത്തെല്ലാം കൾട്ടിവേറ്റേഴ്സ് അവർ വെറും ടെനൻസ് ആണ്. ടെനൻസ് മീൻസ് വേറെ കൃഷിക്കാർ അങ്ങനെ പറഞ്ഞത് ജന്മി കുടിയാൻ ബന്ധം, കുടിയാന്മാരാണ്. അവർക്ക് ഓണർഷിപ്പ് ഉണ്ടായില്ല. അവർ ഏത് സ്ഥലമാണ് കൃഷി ചെയ്യുന്നത് അത് ജന്മിയുടെ സ്ഥലമാണെന്ന് ഇവർക്ക് വെറും കൃഷി ചെയ്യാനുള്ള അനുവാദം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വന്നപ്പോൾ ലേബർ സർവീസ് ദ ട്രഡീഷൻ ആൻഡ് കസ്റ്റമർ റിലേഷൻസ് ബിറ്റ്വീൻ ലാൻഡ് ലോഡ് ആൻഡ് കൾട്ടിവേറ്റേഴ്സ് ചേഞ്ച് ടു പ്യുവർ മണി റിലേഷൻസ്. അപ്പോൾ മനസ്സിലായോ, കൂടുതൽ when money started as a medium of exchange, the relations in order they became the relation between the landlordum അതുപോലെ തന്നെ cultivators changed to pure money relations. അപ്പോൾ അതിനുശേഷം നമുക്ക് the zamindari system, it was a system of land owning pattern where the zamindaris were actually the actual owners and they were only the poor farmers were only tenants and the tenant cultivators got the ownership right to. അപ്പോൾ zamindari system abolish ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു 1956 ഈ ലാൻഡ് റിഫോം ആക്ട് കൊണ്ടുവന്നപ്പോൾ നമുക്കറിയാം കേരളമാണ് one of the previous states, one of the first states to implement land reforms in India. ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്നത്തെ EMS സർക്കാരാണ് പ്രധാനമായിട്ട് ലാൻഡ് റിഫോംസ് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണ്, ഇറ്റ് ക്രിയേറ്റഡ് എ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് ഫാമിംഗ് അണ്ടർ വിച്ച് ക്യാപിറ്റലൈസേഷൻസ് അഗ്രികൾച്ചർ വിത്ത് സിഗ്നിഫിക്കന്റ് മണി ലെൻഡേഴ്സ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് മണി ലെൻഡേഴ്സ് അവർ എമർജ് ചെയ്ത് റീപ്ലേസിങ് ദ ലാൻഡ് ലോഡ്സ്. അപ്പോൾ കൾട്ടിവേറ്റേഴ്സ് ഗോട്ട് ആൻ ഇൻസെന്റീവ് ടു ഇൻവെസ്റ്റ് ഇൻ അഗ്രികൾച്ചർ. കാരണം എന്താണ്, കൂടുതൽ അവർക്ക് ലാൻഡ് അവരുടെ സ്വന്തം കയ്യിലായപ്പോൾ ഈ ആരാണ് കൃഷി ചെയ്യുന്നത് അവർക്ക് കുറച്ച് അവരുടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്നത്, കുറച്ച് ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് പ്രോത്സാഹനം കിട്ടി. കാരണം ഇൻ ദ ഫോം ഓഫ് ഇറിഗേഷൻ, മോഡേൺ ടെക്നോളജി, ലാൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഫാം ടെക്നോളജി ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ മണി ലെൻഡേഴ്സ് പുതിയ ക്ലാസ് മനസ്സിലായ മണി ലെൻഡേഴ്സിന്റെ കൈവശം കൂടുതൽ ലാൻഡ് ജമീന്ദാരി സിസ്റ്റം അബോളിഷ് ചെയ്യും, പുതിയ ലാൻഡ് ലോഡ്സ് മണി ലെൻഡേഴ്സും ആയപ്പോൾ there was some sort of modernization and mechanization in the agriculture sector that took place. അപ്പോൾ in the capitalist mode of farming നമുക്കറിയാം there will be a lot of demand for external inputs. എന്തൊക്കെയാണ് external inputs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ഹയർ ചെയ്യുന്ന തൊഴിലാളികൾ, എനർജി വേണം, അതായത് കറണ്ട് വേണം, ഇലക്ട്രിസിറ്റി വേണം, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഇൻക്രീസസ്. Therefore, there is a lot of flow of capital to agriculture. കാർഷിക മേഖലയിൽ നിന്നിട്ട് ധാരാളം മൂലധനം ഒഴുകുകയും ചെയ്തു. Then, such relations also make for change in the relationship for men in production. That means transformation in the social conditions. ഉദാഹരണമായിട്ട് പറയുന്നത്, cultivator does not grow food only to feed himself and for small community but start. ഇവിടെ ഈ മേഖലയായപ്പോൾ അല്ലെങ്കിൽ ഈ സമയമായപ്പോൾ കർഷകർ അവരെന്ത് ചെയ്ത്, they realize marginal farmers ഉണ്ട്. Most of them are marginal farmers means they produce for themselves and for their family members alone.
That means they don't produce for the market. But now they started making something for the market, not only to feed himself and for their small community, but they also started producing for the market, and therefore it thus gets to face market condition, risk and technology besides nature. നേരത്തെ അദ്ദേഹത്തിന് റിസ്ക് മാത്രമേ, നേച്ചറിന്റെ റിസ്ക് മാത്രം, മൺസൂണിന്റെ റിസ്ക് മാത്രം ഇവർക്ക് ഫേസ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. Now they have to face the market condition and the risk and the technology besides the nature's risk. Then emergence of the modern agribusiness and change in labor relations like sharecropping one, small scale capitalist farming one, petty commodity producers one, contractualization of wage labor one, all these made a significant changes in the agrarian relationship in India. Now, change in agrarian relationship, change in agrarian relations in India. Then, what are the changes in agrarian relations? One, two types of agrarian relations took place. One, since independence, a number of changes have taken place in the agrarian structure. അപ്പൊ ഏതെല്ലാമാണ്? ഒന്ന്, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറ്റ്. പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും പറയും, ശ്രദ്ധിച്ചിരുന്നോളണം കേട്ടോ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇഷ്ടം പോലെ ധാരാളം അഗ്രേറിയൻ സ്ട്രക്ചറിൽ ധാരാളം ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്തെല്ലാമാണ് പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അബോളിഷൻ ഓഫ് മധ്യവർത്തികളെ ഒഴിവാക്കി, അതായത് സമന്താരി സിസ്റ്റം, ജഗീർദാർസ് ഇവരെല്ലാം ഒഴിവാക്കി. എങ്ങനെയാണ് ഒഴിവാക്കിയത്? ഇവരെല്ലാം ഒഴിവാക്കിയത്, നേരത്തെ ഇവരുടെ കൈവശമാർന്ന ഭൂമി കൃഷി ചെയ്യുന്ന കർഷകർ വെറും ടെനന്റ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ കുടിയാൻ മാത്രമായിരുന്നു, പാട്ടക്കാരൻ മാത്രമായിരുന്നു. പക്ഷേ they started conferring the ownership on the actual tillers, actual cultivators, that is land to the tiller of the soil. Tiller means കൃഷി ചെയ്യുന്ന ആള്. Then sealing on land holdings, കൈവശമുള്ള ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക. ഈ എക്സസ് ലാൻഡ് കണ്ടിട്ടുണ്ടെങ്കിൽ that will be distributed among the small farmers and landless laborers. മൂന്നാമത്, പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ടെനൻസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ടെനൻസ്. കുടിയാന്മാരുടെ അവകാശങ്ങൾ, അത് കുടിക്കുന്ന ആളുകളല്ല, കുടിയാന്മാർ തന്നെ പറഞ്ഞത്, ജന്മി കുടിയാൻ ബന്ധം, മനസ്സിലായോ? കുടിയാന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതുപോലെ തന്നെ ആ കൊടുക്കുന്ന അവര് ലാൻഡ് ലോർഡ്സിന് ജന്മികൾക്ക് കൊടുക്കുന്ന പാട്ടത്തിന്റെ പരിധി നിശ്ചയിച്ചു. ദാറ്റ് ഈസ് റെഗുലേഷൻ ഓഫ് റെന്റ്സ്. ദെൻ അസൈൻമെന്റ് ഓഫ് ഗർ. ദർ വാസ് എ ഭൂദാൻ മൂവ്മെന്റ്. ഐ തിങ്ക് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ബീഹാർ. മനസ്സിലായോ? ഒരു ഭൂദാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ വെന്റ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓൾ ഓവർ ഇന്ത്യ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മനസ്സിലായോ? കുറെ ലാൻഡ് അദ്ദേഹം എക്സസ് ആയിട്ടുള്ള ലാൻഡുകൾ അദ്ദേഹം ജന്മികളിൽ നിന്ന് മേടിക്കുകയും അത് ഭൂമി കൈവശമില്ലാത്ത ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ ക്രിറ്റിസിസം ഉണ്ട് ലാൻഡ്ലെസ് പൂർ. കാരണം വെച്ചാൽ പലപ്പോഴും ആളുകൾ ലാൻഡായിട്ട് അവർ ഡൊണേഷൻ കൊടുത്ത ലാൻഡുകളൊക്കെ ഒട്ടും തന്നെ വളക്കൂറില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. കല്ലും പ്രദേശവും അതുപോലെ തന്നെ പാറപ്രദേശങ്ങളും ഒട്ടും തന്നെ വളക്കൂറില്ലാത്ത സ്ഥലമായിരുന്നു. അത് കാരണം ഭൂദാൻ മൂവ്മെന്റ് ഒന്നും കാര്യമായിട്ടൊന്നും വിജയിച്ചില്ല. ദെൻ പ്രൊഹിബിഷൻ ഓഫ് ഏലിയനേഷൻ ആൻഡ് ഏലിയനേറ്റിംഗ് ലാൻഡ് അലോട്ടഡ് ടു ദ പുവർ ആൻഡ് ദ ലാൻഡ് ബിലോങ്ങിങ്സ് ടു ദ ട്രൈബൽസ്. ഇപ്പൊ ലാൻഡ് ട്രൈബൽസിന്റെ കൈവശം പട്ടായത്തിൽ കൂടിയോ ഏതെങ്കിലും കൂടി ലാൻഡ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നൾ ആൻഡ് വോയിഡ് ആണ്. അത് നിയമപ്രദമല്ല. അത് മാത്രമല്ല, മേടിക്കുന്ന ആളുടെ കാശ് പോവുകയും ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കുക. വൺ ഓഫ് ദ ഇഫക്ട്സ് ഓഫ് ദീസ് ചേഞ്ചസ് എന്താണ്? റൂറൽ സ്ട്രക്ചറിൽ there was from elite zamindars to the middle class rich peasants വന്നു. അപ്പോൾ വളരെ എലീറ്റ്, അവർ റിച്ച് ആയിട്ടുള്ള ജമീന്ദാരികളെ മാറ്റി അതുപോലെ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള പെസൻസ് who earlier used to be tenants of these zamindars. ഈ ജമീന്ദാരികളുടെ കൈക്കാരന്മാരാണെന്നവരെല്ലാം അവരെല്ലാം മാറി ജമീന്ദാരികളെ മാറ്റിയപ്പോൾ there was the emergence of the rich peasants. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ the new developments like GR, Green Revolution അറിയാല്ല, ഗ്രീൻ റെവല്യൂഷൻ, അതുപോലെ തന്നെ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കാർഷിക മേഖലകൾ നമുക്ക് എന്താണ് കാർഷിക ഉൽപ്പന്നങ്ങൾ. കമേഴ്ഷ്യലൈസേഷൻ മീൻസ് എന്താണ് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷികൾ നടത്തുകയും, ലാൻഡ് റിഫോംസ്, spread of literacy, general awareness, emergence of powerful farm lobbies in parliament and state legislatures, ഇതെല്ലാം എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്താ കൊണ്ടുപോയിട്ട് ഒരു ന്യൂ ഡയറക്ഷൻ ഇൻ ദി അഗ്രിയൻ റിലേഷൻസ്.
Then the scale neutral and resource intensive green revolution, GR, technology has made remarkable success, the green revolution, in the regions endowed with the irrigation facilities. Then land tenure system. 3 തരത്തിലുള്ള ലാൻഡ് ടെന്യൂർ ആണ് സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യക്ക് ഉണ്ടായത്. ഒന്ന് ലാൻഡ് ലോഡ് ടെന്യൂർ, ദാറ്റ് മീൻസ് സെമിൻഡാരി സിസ്റ്റം. രണ്ടാമത് ഇൻഡിപെൻഡന്റ് സിംഗിൾ ഓണർ ടെനർ, അതിനെ പറഞ്ഞ റൈറ്റ് വാരി സിസ്റ്റം. മൂന്നാമത് ജോയിന്റ് വില്ലേജ് ടെനർ, അതായത് മഹൽവാരി സിസ്റ്റം. ഇത് എല്ലാ സിസ്റ്റമും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ അത് അബോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജമീന്ദാരി സിസ്റ്റത്തിൽ ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ മധ്യവർത്തികൾ ജമീന്ദാർസ് ആയിരുന്നു. അവർക്കായിരുന്നു ഓണർഷിപ്പ് റൈറ്റ് ഓവർ ലാൻഡ്. ആൻഡ് ആക്ച്വലായിട്ട് കൃഷി ചെയ്യുന്ന അവർ യഥാർത്ഥത്തിൽ അതിന്റെ ഉടമസ്ഥരായിരുന്നില്ല. ദേ വർ ജസ്റ്റ് ടെനൻസ്. അവരുടെ കൃഷി നടത്തുന്ന കാർഷിക മേഖലകളിൽ ജോലി നടത്തുന്ന ആളുകൾ മാത്രമായിരുന്നു. ഇറ്റ് വാസ് ആൻ ഇൻഎഫിഷ്യന്റ് സിസ്റ്റം. കാരണം എന്താണ്, ഈ കൃഷി ചെയ്യുന്ന ആൾക്ക് ഇതിനകത്ത് ഒരു ഇൻസെന്റീവ്സ് ഉണ്ടായില്ല. എന്തെങ്കിലും ഒരു പ്രചോദനം, അവിടെ എന്തെങ്കിലും ഒരു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു പ്രചോദനം ഉണ്ടായില്ല. കാരണം എന്താണ്, ദ ലാൻഡ് ബിലോങ്ഡ് ടു ദ ജമീന്ദാർ. ഞാൻ വെറും കൃഷിക്കാരൻ മാത്രമാണ് കൃഷി ചെയ്യുന്നതിന്റെ, എനിക്ക് എന്തെങ്കിലും നിസ്സാരമായിട്ട് കൂലി തന്നിട്ട് ബാക്കി എല്ലാം ജമീന്ദാറുകൾ എടുത്തിട്ട് പോകുമായിരുന്നു. ഹ്യൂജ് എമൗണ്ട് വാസ് ആക്ച്വലി ടേക്കൺ ആസ് എ റെന്റ് ഫോർ ദ ലാൻഡ് വിച്ച് ദേ കൾട്ടിവേറ്റഡ്. അപ്പൊ ദർ വാസ് എ, ഇത് മാത്രമല്ല, ലോങ് ചെയിൻ ഓഫ് മധ്യവർത്തികൾ ധാരാളമായിട്ടാണ് ബിറ്റ്വീൻ ജമീന്ദാറുകളും ഇതുപോലെ തന്നെ കൾട്ടിവേറ്റേഴ്സും. ഓരോരുത്തരും ദേ വെർ പാരസൈറ്റ്സ് ആണ് പറഞ്ഞത്, മനസ്സിലായി, ഈ തീക്കണ്ണികളായിരുന്നു. They were not doing any work in the agriculture, at the same time taking away a huge portion, a lion's portion as their commission. അതുപോലെ തന്നെ ഇന്റർമീഡിയറീസ്, മധ്യവർത്തികൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവരെല്ലാം they exploited the tenant cultivators and made them very, very poor. Under the right wari system, actual land tiller was given the property rights over the land. ഇതാണ് യഥാർത്ഥത്തിൽ ഈ റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. ലാൻഡ് വാസ് ഗിവൺ ടു the person who was actually cultivating the land. And അതിനെ പറയുന്നത് അദ്ദേഹത്തിനെ പറയുന്നത് റയറ്റ് എന്നാണ് പറയുന്നത്. റയറ്റ് വാസ് എ ടെനന്റ് ഓഫ് ദ സ്റ്റേറ്റ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് ഡയറക്ട്ലി. അപ്പോൾ അവിടെ മധ്യവർത്തികളൊന്നും ഉണ്ടായില്ല. ഗവൺമെന്റിന് നേരിട്ടുള്ള ഒരു കർഷകനായിരുന്നു. അപ്പൊ ഗവൺമെന്റിന് നേരിട്ട് അദ്ദേഹത്തിന് പാട്ടം കൊടുക്കുകയും ചെയ്യാം. നേരെ മറിച്ച് ജമീന്ദാരി സിസ്റ്റത്തിൽ അതല്ല. കാരണം മധ്യവർത്തികൾ ധാരാളം ഉണ്ടായിരുന്നു, ഇന്റർമീഡിയറ്റ്സ് ധാരാളം ഉണ്ടായിരുന്നു. ഓരോരുത്തരും കൂടുതൽ കമ്മീഷൻ ഇനത്തിൽ കർഷകരിൽ നിന്ന് മേടിക്കുകയും കർഷകനെ അവർ ഇംപവറൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ വീണ്ടും കൂടുതൽ കഷ്ടത്തിലാക്കുകയും ചെയ്തു. നേരെ മറിച്ച് റൈറ്റ് വാരി സിസ്റ്റത്തിൽ കർഷകൻ നേരിട്ട് ഗവൺമെന്റിന് നേരിട്ടുള്ള കർഷകനാകുകയും ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പേയിങ് റവന്യൂ ഡയറക്ട്ലി ടു ദ സ്റ്റേറ്റ് ട്രഷറി. ആൻഡ് ഇവിടെ യഥാർത്ഥത്തിൽ കർഷകന് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കുറച്ച് താല്പര്യമുണ്ടായിരുന്നു. കാരണം എന്താണ്, കാരണം കൂടുതൽ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അനുവാദത്തിൽ മാത്രമേ കൊടുത്തത്, മൊത്തം ഗവൺമെന്റിന് റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അണ്ടർ ദ മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം മീൻസ് ജോയിന്റ് വില്ലേജ് ടെന്യൂർ. ദ എൻറ്റയർ വില്ലേജ് is under a agency which is known as Mahalwari, and the village was identified as a unit of assessment. Though an individual cultivator in a village was made owner of the land, the village was asked to pay the revenue collectively. ഓരോരുത്തർക്കും അവർക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള ഇടമുണ്ടായെങ്കിൽ പോലും എല്ലാ വില്ലേജും കൂടി അവർ കളക്റ്റീവായിട്ട് അവർ റെന്റ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ പാട്ടം കൊടുക്കുകയും വേണം. ഇനി അതിനുശേഷം ഇൻഡിപെൻഡൻസിന് ശേഷം ദ ലാൻഡ് ടെന്യൂർ സിസ്റ്റത്തിൽ ഇഷ്ടം പോലെ റിഫോംസ് ഉണ്ടായി, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തി. രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടു കൂടിയാണ്. എന്താണ്, ഒന്ന് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. രണ്ടാമത് സാമ്പത്തിക എഫിഷ്യൻസി, മീൻസ് കാര്യക്ഷമത. ദ മേജർ ചേഞ്ചസ് എന്തെല്ലാമാണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വരും. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്, ലാൻഡ് സീലിംഗ്സ്, കൺസോളിഡേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. എന്താണ് ഇത്? ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. കൺസോളിഡേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ് മീൻസ് ചിഹ്ന ഭിന്നമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ ഒന്നിച്ചു കൊണ്ടുവരിക. കാരണം എന്താണ്, മോഡേൺ ആയിട്ടുള്ള ഉപകരണങ്ങൾ, ട്രാക്ടറും അതേപോലത്തെ മോഡേൺ ആയിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന കൃഷി നടത്തണമെങ്കിൽ വലിയ ചെലവുള്ള കാര്യമാണ്. അവർ വരികയുമില്ല.
ഒരു ചെറിയ പ്ലോട്ടിന് വേണ്ടിയിട്ട് ട്രാക്ടേഴ്സ് ഒന്നും വരികയില്ല. അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലം വേണം. അതിനെ പറഞ്ഞത് കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്സ് മീൻസ് ചിന്ന ഭിന്നമായിട്ടുള്ള ഭൂമികൾ അതിന്റെ ഉടമസ്ഥാവകാശം വെവ്വേറെയാണെങ്കിലും ഒന്നിച്ചു കൊണ്ടുവരിക. എക്ക് ഇവിടെയാണ് ലാൻഡ് ഉള്ളത്, ഓക്കെ. അതിനുശേഷം ബിക്ക് ലാൻഡ് ചിലപ്പോൾ 5 ഏക്കർ സ്ഥലം അപ്പുറമായിരിക്കും, സിക്ക് ചിലപ്പോൾ 4 ഏക്കർ സ്ഥലം അപ്പുറമായിരിക്കും. അപ്പൊ സിക്ക് അവിടെ ലാൻഡ് കൊടുത്തിട്ട് അവിടുത്തെ ലാൻഡ് അവിടുത്തെ ആൾക്ക് കൊടുത്തിട്ട് ഒന്നിച്ചു കൊണ്ടുപോകും. ABCD ഇങ്ങനെ ലാൻഡ് ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്സ് ആയിരിക്കും. ദെൻ അബോളിഷൻ ഓഫ് ഫോഴ്സ് അടിമത്തം ഒഴിവാക്കുക, ദ ടെനൻസി ലെജിസ്ലേഷൻ, ദെൻ കോപ്പറേറ്റീവ് ഫാമിംഗ് സഹകരണ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുക. 1950-കളിൽ നമുക്കറിയാം സെമിനാരി സിസ്റ്റം ഇന്ത്യയിൽ അബോളിഷ് ചെയ്തു. Then those who possessed cultivable land at that time, tenants, they were given realty അല്ലെങ്കിൽ ഓണർ കൾട്ടിവേഷൻ സ്റ്റാറ്റസ് അദ്ദേഹത്തെ അവർക്ക് യഥാർത്ഥത്തിൽ കൊടുക്കുകയും ചെയ്തു. Then these measures brought about major changes in the agrarian structure towards the commercialization of agriculture and modification of land, commodification of land. Then commercialization of agriculture means, എന്താണ് commercialization of agriculture എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that means a shift in the agrarian economy. അതായത് പ്രൊഡക്ഷൻ, കൺസംഷന് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന വെച്ചാൽ ഒരു കൃഷിയുടെ നിന്ന് നമ്മൾ എന്തായിരുന്നു, we also started producing for the market, that is means the cash crops. But agriculture, which was largely supply driven during the Green Revolution period, gradually became demand driven and diversified more towards horticulture as well as എന്താണ് ഡയറി പ്രൊഡക്ട്സ്. അപ്പോൾ കൂടുതൽ കാർഷിക മേഖലകളിൽ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ പ്രത്യേകിച്ച് കൺസംഷന് വേണ്ടിയിട്ട് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന വെച്ചാൽ ഒരു മേഖലയെന്ന് വെച്ചത് they also started producing for the market. അപ്പോൾ എന്തെല്ലാമാണ്, they gradually became demand driven and diversified more towards horticulture. What is horticulture? ഹോർട്ടിക്കൾച്ചർ മീൻസ് മനസ്സിലായോ? വാട്ട് ഈസ് ഇറ്റ്? നമ്മുടെ ഈ ചെടിയെല്ലാം ഇതായിട്ട് കമേഴ്ഷ്യൽ ബേസിൽ നമ്മൾ പ്ലാന്റുകളൊക്കെ നട്ടുപിടിപ്പിച്ച് കൊടുക്കുക, ദാറ്റ് ഇറ്റ് മീൻസ് ഹോർട്ടിക്കൾച്ചർ. ഡയറി പ്രൊഡക്ട്സ്, കന്നുകാലി വളർത്തൽ. ആഫ്റ്റർ ഇനി അബോളിഷൻ, ഇന്റർമീഡിയറീസിനെ അബോളിഷ് ചെയ്തതോടുകൂടി അസൈനിങ് ലാൻഡ് ഓണർഷിപ്പ് ടു ദ പ്രസന്റ് കൾട്ടിവേറ്റേഴ്സ് ആൻഡ് ലാൻഡ് ഓൾസോ began to acquire commodity. The money lenders who until then lend keeping peasants' crops in mind began to see his land as a mortgageable asset against which he could lend money. അപ്പോൾ land ഈ money lenders he kept the money lenders who until then lend keeping a peasants' crops in mind. അത്രയും നാൾ വരെ ഈ മണി ലെൻഡേഴ്സ് യഥാർത്ഥത്തിൽ കർഷകർക്ക് കൃഷി ചെയ്യുന്ന വെച്ചത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷെ അതിനുശേഷം they began to see his land as a mortgage asset against which he could. അപ്പൊ ലാൻഡ് തന്നെ ഇപ്പൊ കൃഷിയിടങ്ങളെല്ലാം, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം കർഷകരുടെ പേരിലായപ്പോൾ അവര് മുൻകാലങ്ങളിൽ ഈ മണി ലെൻഡേഴ്സ് അവര് കൃഷി ചെയ്തെടുക്കുന്ന വിളവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലോൺ കൊടുത്തെന്ന് വെച്ചത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ലാൻഡിന്റെ ഈടിൽ അവർക്ക് ഇപ്പോൾ പണം കൊടുക്കാനായിട്ട് മണി ലെൻഡേഴ്സ് പണം കൊടുക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ഫീച്ചേഴ്സ് ഓഫ് അഗ്രികൾച്ചർ, agrarian relations. And understanding of the concept of tenancy system is essential to have an idea of main features of agrarian relations. Then, what is this? Tenancy and its terms and conditions reflect the demand and supply position of agricultural land availability. നമുക്കറിയാം, ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ വേർ ലാൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ റിജിഡ് ആണ്, വളരെ ഡിസ്റ്റോർട്ടഡ് ആണ്. ടെനൻസി അറേഞ്ച്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ് ടു ഓഗ്മെന്റ് ദ സൈസ് ഓഫ് ഓപ്പറേഷണൽ ഹോൾഡിങ്സ്. അപ്പൊ ടെനൻസി അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കൈവശമുള്ള ഭൂമിയുടെ പരിധി കൂടുതലായിട്ട് കൊണ്ടുവരിക, റാദർ ദാൻ ഓണിങ് ദ ലാൻഡ്. ഇപ്പൊ ഒരാൾക്ക് സ്ഥലമുണ്ടോ എന്നുള്ളതല്ല, എത്രമാത്രം സ്ഥലമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. Therefore, land leasing can be a viable option for those who have labor or capital but do not have land to fully use. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ലാൻഡ് എന്ത് ചെയ്യുക, പാട്ടത്തിന് എടുക്കുക.
ലാൻഡ് പാട്ടത്തിന് എടുക്കുക. ഇപ്പൊ ചിലവർക്ക് ഉണ്ടാവും, മനസ്സിലായോ, അവരുടെ കൈവശം എന്തുണ്ടാവും, ദേ മേ ഹാവ് ലേബർ ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, പക്ഷേ ഡു നോട്ട് ഹാവ് ലാൻഡ് ടു ഫുള്ളി യൂസ് ദീസ് റിസോഴ്സസ്. അവർക്ക് ലാൻഡ് ഉണ്ടാവും, അവർക്ക് ലേബർ ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, പക്ഷെ അവർക്ക് ലാൻഡ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ലാൻഡ് ഉള്ളവരുണ്ടാവും, അവർക്ക് ക്യാപിറ്റൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ലീസിങ് സമ്പ്രദായം, ലീസിങ് മീൻസ് പാട്ടത്തിന് കൊടുക്കുക, തരിശായിട്ട് ഇടുന്നതിന് പകരമായിട്ട് പാട്ടത്തിന് കൊടുക്കുക. പാട്ടത്തിന് ലാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ എന്താണ് സൈസ് ഓഫ് ദ ഓപ്പറേഷണൽ ഹോൾഡിങ്സ് ചെറുതെന്നുള്ളത് അതിന് ഒരു പരിധിവരെ യഥാർത്ഥത്തിൽ അവർക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഐ വിൽ റീഡ് വൺസ് മോർ. The land leasing can be a viable option for those who have labor or capital but do not have land to fully use these resources, and for those who have land but do not want to do any farming because of lack of labor. But എൻ്റെ കയ്യിൽ ലാൻഡ് ഉണ്ട്, പക്ഷെ എനിക്ക് ലേബറും ഇല്ല, ക്യാപിറ്റലും ഇല്ല, എനിക്കറിയാൻ പോലെ കൃഷി ചെയ്യാൻ. അപ്പൊ നേരെ മറിച്ച് കൃഷി ചെയ്യാൻ അറിയാവുന്നവരും മൂലധനം കയ്യിലുള്ള കുറെ ആളുകളുണ്ട്. അവർക്ക് വേണമെങ്കിൽ ലാൻഡ് വേണമെങ്കിൽ ലീസ് ഔട്ട് ചെയ്യാം. ലീസ് ഔട്ട് ചെയ്യുമ്പോൾ ലാൻഡ് ലീസ് ഔട്ട് ചെയ്യുമ്പോൾ ലീസ് ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വരുമാനം കിട്ടുകയും ചെയ്യും. Then contractual license arrangement. Contractual license means എന്താണത്? The landowner contracting out all or some of the farming activities. ചില ഫാമിംഗ് ആക്ടിവിറ്റീസ് അവർ കോൺട്രാക്ട് കൊടുക്കും. അത് ഇപ്പോഴിപ്പോൾ വളരെയധികമായിട്ട് നടക്കുന്നുണ്ട്. എന്താണ്, പ്രത്യേകിച്ച് ലാൻഡ് ഓണേഴ്സിന് ഏതെങ്കിലും വിഭവങ്ങളിൽ ഷോർട്ടേജ് ആകും, ഇപ്പോൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്കിൽഡ് മാനേജ്മെന്റോ ഫോർ പെർഫോമിംഗ് ദീസ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, അവരെന്ത് ചെയ്യും, കോൺട്രാക്ടർ ലൈസൻസിങ് അറേഞ്ച്മെന്റ് ഉണ്ടാക്കും. അതിനെന്താണ് പറഞ്ഞത്, ലേബർ ടെനൻസി എന്ന് പറയുന്നത്. ലേബർ ടെനൻസി അറേഞ്ച്മെന്റ് മീൻസ് ലാൻഡ് ഓണർ, ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ലാൻഡ് ഓണർ ബേസ് ഓൾ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് എക്സെപ്റ്റ് ലേബർ കോസ്റ്റ്. ഇപ്പൊ ലാൻഡ് ഓണർ ഒരു ലേബർ ടെനൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർഷകന് ഒരു പറയാൻ, ഞാൻ നിങ്ങൾക്ക് വിത്തുകളും വളങ്ങളും മറ്റെല്ലാ ഉപകരണങ്ങളും മേടിച്ചു തരാം, പക്ഷെ നിങ്ങൾ ജോലി ചെയ്യുക, അതിന്റെ 20% തൊട്ട് 30% വരെ ഉൽപാദനം നിങ്ങൾ എടുത്തു. ഇത് നല്ലൊരു അറേഞ്ച്മെന്റ് ആണ്. കാരണം എന്താണെങ്കിൽ കർഷകന് കൂടുതലായിട്ട് ആ ലാൻഡിൽ പ്രയത്നിക്കുന്നതിന് വേണ്ടിയിട്ടും പെർമനന്റ് ആയിട്ടുള്ള കുറെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് ഒരു ഇൻസെന്റീവ് കൂടിയാണ്. കാരണം അദ്ദേഹം കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 30% അയാൾക്ക് കിട്ടും, കുറവ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 30% മാത്രമേ. ദിസ് ഫോം ഓഫ് ടെനൻസി ഈസ് ക്വൈറ്റ് ബെനിഫിഷ്യൽ ടു ദോസ് കൾട്ടിവേറ്റേഴ്സ് ഹു ഡു നോട്ട് ഹാവ് അഡ്വക്കേറ്റ് ഫാമിലി ലേബർ ടു ഡു ഫാമിംഗ്. അപ്പൊ സ്വന്തമായിട്ട് അവർക്ക് ഭൂമിയില്ല, കൃഷി ചെയ്യാനില്ല എങ്കിൽ ഇതേപോലത്തെ ഉള്ള ഈ അറേഞ്ച്മെന്റ്, ഷോർട്ടേജ് വരുന്ന അറേഞ്ച്മെന്റ് കുറച്ചും കൂടെ നല്ലതാണ്. അതേപോലെ തന്നെ ഷെയർ ക്രോപ്പിംഗും ഇതേപോലെ തന്നെ ഒരു ടെനൻസി കൾട്ടിവേഷൻ. ഷെയർ ക്രോപ്പിംഗ് ഇതൊരു form of land tenancy where tenant farmer cultivates the land for the landlord and output is shared or on some predetermined basis. ഷെയർ ക്രോപ്പിംഗ് ഇതേപോലെ തന്നെ ഈ ലാൻഡ് ടെനൻസിനെ പോലെ തന്നെ ഷെയർ ക്രോപ്പിംഗ്, അതായത് ഒരു കർഷകൻ ഇതേപോലെ തന്നെ കൃഷി ചെയ്യും, അയാൾ മൊത്തം യഥാർത്ഥത്തിൽ ചിലപ്പോൾ ലേബറും ക്യാപിറ്റലും എല്ലാം തന്നെ അയാളുടെ ലാൻഡിലെടുക്കും, എന്നിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഇവർ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യും. അത് ഈ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷെയർഡ് ഓൺ സം പ്രീ ഡിറ്റർമിൻഡ് ബേസിസ്, ഏതെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും, അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഇത് കൊടുക്കുകയും ചെയ്യും. ഇത് കുറച്ചും കൂടെ ഓൾഡ് പ്രാക്ടീസ് ആണ്. അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത്. പേട്രണേജ് ആൻഡ് കിങ്ഷിപ്പ് റിലേഷൻസ്. ഇനി എന്തുമാത്രമാണ് ഷെയർ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് മ്യൂച്വലി decided by both the parties as per the prevailing norm. It can vary depending upon the sharing arrangement in the cost of cultivation. Then it is argued that sharecropping provides a better incentive to efficient allocation of labor time, since unlike the feudalist system, it enables the sharecroppers to bargain for a larger share in the produce, resulting in increased application of labor. ഇത് ഷെയർ ക്രോപ്പിംഗ് കുറച്ചും കൂടെ നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ടെനൻസി ഫാമിങ്ങിനെ സംബന്ധിച്ചോളം ലേബർ ടെനൻസിയെ സംബന്ധിക്കാട്ടും കുറച്ചും കൂടെ നല്ലതാണ്. കാരണം ഇവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ബാർഗെയിൻ ചെയ്യാം, അവരുടെ ഷെയറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ബാർഗെയിൻ ചെയ്യാം. മനസ്സിലായോ? പ്രീ ഡിറ്റർമിൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസിനാണ് ഇത് ഷെയർ ക്രോപ്പിംഗ് നടത്തുന്നതെങ്കിലും since they put some labor, since they put some efforts in this is because land sharing arrangement being informal, the landlord can withdraw from the agreement anytime and the tenant would not be able to recover his return on farm investment. ഇതൊന്നും രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല, ഇറ്റ് ഇസ് ഓൺ മ്യൂച്വൽ ട്രസ്റ്റ് ആണ്.
മനസ്സിലായോ? ഒരു പരസ്പരമായിട്ട് ഒരു ധാരണയിലാണ്. അപ്പൊ അത് കാരണം എപ്പോൾ വേണമെങ്കിലും ലാൻഡ് ലോഡിന് ഇയാൾ പറഞ്ഞു വിടാം. അപ്പൊ അത് കാരണം ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പോസ്റ്റ്ലേറ്റ് ദാറ്റ് ബോത്ത് ദ ഷെയർ ക്രോപ്പർ ആൻഡ് ലാൻഡ് ഓണർ വുഡ് ഷൈ അവേ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് റിസൾട്ടിങ് ഇൻ സബ് ഓപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ അഗ്രികൾച്ചർ. അപ്പോ ഇവർക്ക് ഷുവർട്ടി ഒന്നുമില്ല, മനസ്സിലായോ? പെർമനൻസി ഒന്നുമില്ല. ഷെയർ ക്രോപ്പിംഗ് എപ്പോൾ വേണമെങ്കിലും നിർത്താം. അപ്പോൾ ചിലപ്പോൾ ഒരു പെർമനന്റ് ആയിട്ട് ചില ഇമ്പ്രൂവ്മെന്റ് വരുത്തിയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ ജന്മി വിചാരിക്കുന്നത് ഓക്കെ ഷെയർ ക്രോപ്പിംഗ് പരിപാടി നിർത്തിക്കോ എന്ന് പറയുമ്പോൾ അതിന് കാരണമാണ് അവർ പറയുന്നത്, ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് ബോത്ത് ദ ഷെയർ ക്രോപ്പർ ആൻഡ് ദ ലാൻഡ് ഓണർ വുഡ് ഷൈ അവേ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് റിസൾട്ടിങ് ഇൻ. അത് കാരണം രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല, മനസ്സിലായോ? ലാൻഡ് ലോഡിനും ലാൻഡ് ഓണറിനും താല്പര്യം ഉണ്ടാവില്ല, ഷെയർ ക്രോപ്പറിനും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം കൂടുതൽ ലാൻഡ് ഓണറെ കൂടുതൽ താല്പര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു ഭാഗം ഷെയർ ക്രോപ്പറിന് കിട്ടും. ഷെയർ ക്രോപ്പർ കൂടുതലായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് എപ്പോൾ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പറഞ്ഞുവിടുകയും ചെയ്യാം. Then the share cropping form of tenancy has several. ഇനി അതിന്റെ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഷെയർ ക്രോപ്പിങ്ങിന് എന്താണ് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്, എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്സ് ഷെയറിംഗ് ഓഫ് പ്രൊഡക്ഷൻ റിസ്ക് ഈക്വൽ ടു ബോത്ത് പാർട്ടീസ്. അപ്പോൾ റിസ്ക് ആൻഡ് കൾട്ടിവേഷൻ ഉണ്ട്, അത് രണ്ടുപേർക്കും ഈ ഒരേപോലെ അത് ഈക്വൽ ആയിട്ട് അവർക്ക് ഷെയർ ചെയ്യാൻ, പ്രൊവൈഡിങ് ഇൻസെന്റീവ് ടു ദ ലാൻഡ് ഓണർ ഇൻ എ സിറ്റുവേഷൻ വെൻ മോണിറ്ററിംഗ് ഓഫ് ലേബർ സപ്ലൈസ് കോസ്റ്റ്ലി. ദെൻ നമ്മൾക്ക് പറഞ്ഞു however being usually an informal arrangement, നമ്മൾ പറഞ്ഞില്ലേ on a fixed date tenure and discourages both parties to make a farm investment to improve productivity. ഇതൊരു താൽക്കാലികമായിട്ട് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല അല്ലേ? മറ്റേ ആൾ പറയുന്നത്, അതായത് ഉടമസ്ഥൻ പറയുന്നത് ഞാൻ എന്തെങ്കിലും ഇതിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പെർമനന്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു ഓഹരി ഷെയർ ക്രോപ്പറിന് കിട്ടും. നേരെ മറിച്ച് ഷെയർ ക്രോപ്പർ വിചാരിക്കണേ ഞാൻ എന്തെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഹാർഡ് വർക്കിൽ കൂടിയോ ബെറ്റർ മെക്കനൈസേഷനിൽ കൂടിയോ കുറച്ച് എന്തുണ്ടെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഇതിനകത്ത് പറഞ്ഞു വിടുകയും ചെയ്യാം. കാരണം എന്താണ്, ഇവർ തമ്മിലുള്ള അറേഞ്ച്മെന്റ് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇൻഫോർമൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ബട്ട് വിത്ത് നമുക്കറിയാം കോസ്റ്റ് ഷെയറിങ് അറേഞ്ച്മെന്റ്, നമുക്ക് രണ്ടുപേരും കൂടെ കോസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ ദെൻ ഇറ്റ് ക്യാൻ എൻകറേജ് ദ യൂസ് ഓഫ് ദ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആൻഡ് ഇറിഗേഷൻ ടു റേസ് പ്രൊഡക്ട്സ്. മോഡേൺ ഇൻപുട്സ് ഉപയോഗിക്കാം, ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ലാൻഡ് ലോഡ് മൈറ്റ് ബെയർ എ ഫ്രാക്ഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻപുട്സ്. അയാൾ നേരത്തെ ലാൻഡ് മാത്രമേ കൊടുത്തിരുന്നു വെച്ച്, പക്ഷെ കൂടുതൽ ഇതുപോലത്തെ ആ മ്യൂച്വൽ ട്രസ്റ്റിൽ കൂടി കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലോഡ് പറയും ഓക്കെ ചിലവാകുന്ന പൈസയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഒരു ഭാഗവും കൂടി ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്, ഇഫ് ഷെയർ ക്രോപ്പിംഗ് ഈസ് നോട്ട് എൻ എഫിഷ്യന്റ് ഫോം ഓഫ് കൾട്ടിവേഷൻ വൈ ഹാസ് ഇറ്റ് കണ്ടിന്യൂഡ്. ഇന്നും ഷെയർ ക്രോപ്പിംഗ് ഇപ്പോൾ നിലവിലുണ്ട്, പക്ഷെ വയബിൾ സോഴ്സ് ഓഫ് ഒരു കൾട്ടിവേഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അതിന്റെ പ്രധാനമായിട്ട് എക്സ്പ്ലനേഷൻ എന്താണ്, it allows the landlord and the tenant to share the production risk which is quite high in regions where agriculture depends upon. കാരണം എന്താണ് എക്സ്പ്ലനേഷൻ, it allows the landlord and the tenant to share the production risk. കാരണം ഇപ്പോഴും കൃഷി വേഗറീസ് ഓഫ് മൺസൂണിനെ, അതായത് മൺസൂണിന്റെ ചാഞ്ചാട്ടത്തിനെ ആശ്രയിച്ചിരിക്കുന്ന മേഖലകളിലൊക്കെ ഇപ്പോഴും ഭയങ്കര റിസ്ക് ആണ്. ആ റിസ്ക് അവർക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് അവർക്ക് ബെയർ ചെയ്യുകയും ചെയ്യാം. ബട്ട് ഇൻക്രീസിംഗ് ഫെസിലിറ്റീസ് ഫോർ ഇറിഗേഷൻ, modernization of agriculture with the introduction of these new technologies and simultaneous reduction in the inherent risk through crop insurance and greater availability of credit, land leasing on fixed rent has become a better option for share cropping. അപ്പോൾ എന്താ പറയുക, മോർ ഇൻക്രീസിങ് ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്, ഇറിഗേഷൻ്റെ സൗകര്യങ്ങൾ, ആധുനികവൽക്കരണത്തിൻ്റെ സൗകര്യങ്ങളും പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സമൾട്ടേനിയസ് ആയിട്ട് റിഡക്ഷൻ ഇൻ ദ ഇൻഹെറന്റ് റിസ്ക് ഇൻ ദ ക്രോപ്പ്. റിസ്ക് മനസ്സിലായോ, ക്രോപ്പിലുണ്ടാകുന്ന റിസ്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ക്രോപ്പ് ഇൻഷുറൻസ് എടുക്കുക, ഗ്രേറ്റർ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സിൽ ബാങ്കും അതുപോലെ തന്നെ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും കിസാൻ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ലാൻഡ് ലീസ് ഓൺ ഫിക്സഡ് റെന്റ്, ഇതെല്ലാം ഇറ്റ് ഹാസ് ബിക്കം എ ബെറ്റർ ഓപ്ഷൻ ഫോർ ഷെയർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലാൻഡ് ലീസിങ്.
ലാൻഡ് ലീസിങ് ഇതേപോലെ തന്നെ ഇറ്റ്സ് എ വെരി വെരി in this arrangement the landowner leases out his land on a fixed rent to the tenant for a fixed or a variable time period. എൻ്റെ കൈവശം സപ്പോസ് ഐ എം എ ലാൻഡ് ലോഡ് ഞാൻ ആർക്കെങ്കിലും ഒരു കർഷകന് എൻ്റെ സ്ഥലം ഞാൻ എന്ത് ചെയ്യുക റെന്റിന് ഫിക്സഡ് റെന്റിന് കൊടുക്കാൻ ഇതിനെ പറഞ്ഞാൽ ലാൻഡ് ലീസിങ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ജനറലി പ്രിഫേർഡ് ബൈ ആബ്സെന്റ് ലാൻഡ് ലോഡ്സ്. നിങ്ങൾക്കറിയാം ചില മേഖലയിലൊക്കെ ഏക്കർ കണക്കിൽ എസ്റ്റേറ്റുകളുണ്ട്, റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്, കാടമം എസ്റ്റേറ്റ്, ടീ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ പലവരും ഇവിടെ ഒന്നുമില്ല. അവർ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, എല്ലാം ഇപ്പോൾ ഇമെയിലിൽ കൂടിയുള്ള പരിപാടികളാണ്, മനസ്സിലായോ, ഇന്റർനെറ്റിൽ കൂടിയുള്ള പരിപാടികൾ. ഇതെല്ലാം വേറെ ആക്കെങ്കിലും അവർ താൽക്കാലികമായിട്ട് ഇത് കൊടുക്കും. അപ്പോൾ തരിശായിട്ട് കിടക്കാനൊക്കെ നല്ലതുമാണ്, മനസ്സിലായോ. ദിസ് ഈസ് ജനറലി പ്രിഫേർഡ് ബൈ ആബ്സെന്റി ലാൻഡ് ലോഡ്സ്. അവരിങ്ങോട്ട് തിരിച്ച് നോക്കാറേ ഇല്ല. അവർ യഥാർത്ഥത്തിൽ വിദേശത്ത് ഏതെങ്കിലും രാജ്യത്തിൽ ഇതിനെക്കാട്ടും വലിയ ജോലികളിലൊക്കെ അവർ എൻഗേജ് ചെയ്യുക, അവർ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം മനസ്സിലായോ, അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയ പൂർവികമായിട്ടുള്ള സ്വത്തിൽ നിന്ന് വലിയൊരു ഭാഗം അവിടെ കിടക്കണേ. അപ്പോൾ അവരെന്ത് ചെയ്യുക, ദേ ആർ നോൺ ആസ് ആബ്സെന്റി, ദേ ആർ ലാൻഡ് ലോഡ്സ് ബട്ട് ദേ ഡോണ്ട് കം ടു ദ ലാൻഡ്. അവനെ പറഞ്ഞത് ആബ്സെന്റി ലാൻഡ് ലോഡ്സ് പറഞ്ഞത്. ദർ ഇസ് എ പെർസെപ്ഷൻ ദാറ്റ് ലീസ് ഇസ് ഡൺ by land poor farmers who wants to enhance their farm size, while lease out is done by the rich landlords. ഇപ്പൊ എന്താണ് ദിസ് ഇസ് എ ലീസിൻ. ആരാണ് യഥാർത്ഥത്തിൽ ഇത് പാട്ടത്തിനെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കൈവശം കുറച്ച് ഭൂമിയുണ്ട്, അത് കുറച്ചും കൂടി വിപുലീകരിച്ച് കൃഷി നടത്തുന്ന ആളുകളാണ് ലീസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ആബ്സെന്റ് ലാൻഡ് ലോഡ് എന്നത് അവരുടെ കൈവശം ലാൻഡ് ഉണ്ട്, ബട്ട് ദേ ഡോണ്ട് കം ഹിയർ, ദേ ഡോണ്ട് യൂഷ്വലി കം ദേ മേ ബി സെറ്റിൽഡ് ഇൻ സംവെയർ എൽസ്. അവർക്കിത് കൊടുത്തിട്ട് അവർക്ക് യഥാർത്ഥത്തിൽ റെന്റ് കിട്ടാനായിട്ട് സാധ്യത ഉള്ളതുണ്ട്. Therefore, tenancy arrangements generally highlights the exploitation of the poor. ഇപ്പോൾ രണ്ട് കേസിലും യഥാർത്ഥത്തിൽ they are actually being exploited. ഇപ്പൊ റിവേഴ്സ് ടെൻഡൻസി ഈസ് ബീങ് പ്രാക്ടീസ്ഡ് ഇൻ സം റീജിയൻസ്. എന്താണ് റിവേഴ്സ് ടെൻഡൻസി? വെയർ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ലീസ് ഔട്ട് ദെയർ ലാൻഡ് ടു ദ റിലേറ്റീവ്ലി ബിഗ് ഫാമേഴ്സ്. അതാണ് പറഞ്ഞത്. നേരത്തെ അവരെല്ലാം നമ്മളല്ലേ ആദ്യം ലീസ് ഔട്ട് ചെയ്തത് ചെറിയ ചെറിയ ഫാമേഴ്സാണ്. അവർക്ക് നല്ലതാണ്, അവരുടെ കൈവശമുള്ള ഭൂമി ചെറുതാണ്. നേരെ മറിച്ച് അടുത്ത് തന്നെ കുറെ ലാൻഡ് കിടപ്പുണ്ട്, ഇതിന് ഉടമസ്ഥരൊക്കെ വിദേശത്തായിരിക്കും. അപ്പൊ അവരുടെ അടുത്തിന് പാട്ടത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തിന് ലീസിന് ഇതെടുത്ത് വലിയൊരു ഭൂമിയാക്കി അത് ആധുനിക ഉപകരണങ്ങൾ വെച്ചും ട്രാക്ടറും അതേപോലത്തെ എല്ലാ ടെക്നോളജികളൊക്കെ വെച്ച് കൃഷി നടത്തുമ്പോൾ ഒരു വൻകിടമായിട്ട് കൃഷി നടത്തുന്ന മേഖലയിലുണ്ട്. എൻ്റെ കൈവശം ചെറിയ 1-2 പ്ലോട്ടുകളുണ്ട്. അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഇതും കൂടെ എടുത്ത് കൃഷി ചെയ്തോ, എനിക്ക് വർഷത്തിൽ ഒരിക്കൽ എനിക്ക് ഇത്ര രൂപ, ഇത്രയും എനിക്ക് വന്നില്ലെങ്കിൽ എനിക്ക് പാട്ടം തന്നേച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നെല്ലോ അല്ലെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ കരിമ്പോ എന്താണ് എനിക്ക് ഒരു വർഷത്തിൽ ഇത്ര എനിക്ക് തന്നേച്ചാൽ മതി. അതിനെ പറഞ്ഞത് റിവേഴ്സ് ലീഫ് റിവേഴ്സ് ടെൻഡൻസി ഈസ് ബീങ് പ്രാക്ടീസ്ഡ്. ഇനി ഷെയർ ക്രോപ്പിങ്ങിനെ പോലെ അല്ലാതെ ഇൻ വിച്ച് പ്രൊഡക്ഷൻ റിസ്ക് ഈസ് ഷെയർഡ് ഈക്വലി ബൈ ദ ഓണർ ആൻഡ് ടെനന്റ്. ഇൻ കേസ് ഓഫ് ലാൻഡ് ലീസിംഗ് എൻറ്റയർ പ്രൊഡക്ഷൻ റിസ്ക് ഈസ് ഇപ്പൊ ഇവിടെ ഈ ഷെയർ ക്രോപ്പിങ്ങിന്റെ സമയത്ത് ലാൻഡ് ലോഡും അതുപോലെ തന്നെ കർഷകനും കൂടി അവർ റിസ്ക് ഷെയർ ചെയ്യുന്ന പോലെയല്ല. ഇവിടെ ദി എൻറ്റയർ റിസ്ക് ആരാണ് ഇതിന്റെ ലാൻഡ് ലീസ് ഔട്ട് ചെയ്യുന്നത്, അതിന്റെ എൻറ്റയർ റിസ്ക് അവർ തന്നെ യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് ദ ഇൻ കേസ് ഓഫ് the entire production risk is shifted to the lessee. That means ഇത് വാടക എടുക്കുന്ന ആള്. Then ലാൻഡ് ലീസിങ് പെർമനന്റ് ആയിട്ട് അവർ ലാൻഡ് ലീസ് ചെയ്യാനോട് ഫിക്സ്ഡ് ടേമിൽ ലെറ്റസ് ഒരു 10 വർഷമോ 15 വർഷമോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ വാടകയ്ക്ക് എടുക്കുന്ന ആള്, പാട്ടത്തിന് എടുക്കുന്ന ആള്, there is a tendency to adopt modern technology and farm practices to enhance production, അതുപോലെ തന്നെ productivity. Then പിന്നെ there are also certain households. Households means വലിയ വലിയ കുടുംബങ്ങൾ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അവർക്ക് ഫാമിലി വർക്കേഴ്സ് വളരെ കുറച്ചുള്ളൂ. fewer and have fewer assets, they are likely to lease out their land, while those having more assets and higher number of farm workers tend to lease in to get the benefit of economies of scale. ഇപ്പോൾ ചിലവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ കുറച്ച് ലാൻഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തൊഴിലായതുകൊണ്ട് അവരുടെ കയ്യിൽ ആളിലൊന്നുമില്ല. പഞ്ചാബിന്റെ കേസ് ഇതാണ്. വേറെ നമുക്ക് പഞ്ചാബിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ വീറ്റ് ഫീൽഡിലൊക്കെ കൊണ്ട് ഇവിടുന്ന് നോക്കാത്ത ദൂരത്തും വരെ കിടക്കണേണ്. പക്ഷെ അന്ന് ഈ പണ്ടത്തെ ഈ പഞ്ചാബി ഫാമേഴ്സ് they were very powerful, they were very rich also.
സോ ഈ ഇറിഗേഷൻ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് മന്യൂവറും ഫെർട്ടിലൈസറൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ മക്കളൊക്കെ എന്താണ്, now they have settled mostly in Australia and Canada, America, England, അവരൊക്കെ സെറ്റിൽ ചെയ്ത്. They don't want to come back and do these agricultural activities. അപ്പൊ എന്താണ്, അപ്പൊ അവർക്ക് ഒരു ഇതാണ്, അവർക്ക് കുറെ ലാൻഡ് ഉണ്ട്. ഈ ലാൻഡ് ആർക്കെങ്കിലും ലീസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വരുമാനം കിട്ടും. തരിശായിട്ട് കിടക്കുന്നതിനെക്കാട്ടി നല്ലതായിരിക്കും. ദർ ആർ മെനി അഡ്വാൻറ്റേജസ് ഓഫ് സെക്യൂർഡ് ടെനൻസി. എന്താണ് ഇതിന്, അപ്പോൾ സ്ഥിരമായിട്ട് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഇൻസെന്റിവൈസ് ദ ലെസി ടു മേക്ക് ഫാം ഇൻവെസ്റ്റ്മെന്റ്സ്. സ്ഥിരമായിട്ട് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പിന്നെ ഇൻസെന്റീവ്സും പ്രചോദനങ്ങളും നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല. ഇൻ ദ മൈൻഡ് ഓഫ് ദ ലാൻഡ് ഓണർ ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല. കാരണം ഇറ്റ് ഈസ് ബീൻ ടേക്കൺ ഓൺ എ ഫിക്സഡ് ടേം റെന്റ് ബേസിസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ലാൻഡ് ലീസ് മാർക്കറ്റ്. അതുപോലെ തന്നെ it is generally perceived that the power balance between land leasing system remains in favor of the landowner. The tenancy status in India. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ടെനൻസി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായില്ല, ഫോർ ദ ലാസ്റ്റ് 4 decades the share of tenant holdings has declined from 25.7% ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാ ഓൾ 1970-71 ടെനന്റ് ഹോൾഡിങ്സിന്റെ പെർസെൻറ്റേജ് ബൈ കാറ്റഗറി ഓഫ് ഓപ്പറേഷണൽ ഇതായിട്ട് പറയുന്നതാണ്. മനസ്സിലായോ? മൊത്തത്തിൽ ലാൻഡ്ലെസ് ലേബറേഴ്സ് ഉണ്ട്, എന്തുണ്ട്, ഒന്നും ഉണ്ടായില്ല. മാർജിനൽ ഫാമേഴ്സ്, ദോസ് ഓണിങ് ലെസ് ദാൻ 2 hectares ഓഫ് ലാൻഡ്, സ്മോൾ ഫാമേഴ്സ്, ഇതായിരുന്നു അവരുടെ ലാൻഡ് ഹോൾഡിങ്സ്. ഇത്രയായിരുന്നു. 2012-13 ആയപ്പോൾ ഇത്ര കണ്ട് കുറഞ്ഞിട്ടുണ്ട്. മീഡിയം 4 തൊട്ട് 10 ഏക്കർ വരെ സ്ഥലവരിൽ 1970-71 20 hectares ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അത് എത്രയാണ്, 14 കുറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ ലാർജ് ഫാമേഴ്സ് 15.9 ആയിരുന്നു, അത് 21.8 കൂടിയിട്ടുണ്ട്. ഓൾ 25.7 നിന്ന് 13.7 കുറഞ്ഞുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓവർ ദ പീരിയഡ് this has increased the risk of tenant farmers as landowners do not have any risk of crop failures. ഇനി ഫിക്സഡ് മണി ഫോം ഓഫ് ലീസ് ഇൻ ലാൻഡ് ഈസ് പ്രിഫേർഡ് where there exists a significant scope for ownership. അപ്പോൾ മനസ്സിലായോ, ടെനന്റ് ഫാമിനെക്കാട്ടും ഫിക്സഡ് മണി ഫോം ഓഫ് ലീസ് ഇൻ ലാൻഡ് അത് കുറച്ചും കൂടെ പ്രിഫേർഡ് ആണ്. വൈ? there exists a significant scope for ഓണ്ടർപ്രണർഷിപ്പ്. അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ സ്കില്ലും അവരുടെ കഴിവുകളും പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് പെർമിറ്റ്സ് ദ ടെനൻറ്റ്സ് ടു ക്യാപ്ചർ ദ റിട്ടേൺസ് എക്സ്പെക്റ്റഡ് ഫ്രം ദർ ഓൺ ഡിസിഷൻ മേക്കിംഗ് വൈൽ പ്രൊട്ടക്ടിംഗ് ദ ലാൻഡ് ഓണേഴ്സ് അഗെയിൻസ്റ്റ് ദ പോസിബിൾ റിസ്ക് റൈസിംഗ് ഫ്രം പ്രൊഡക്ഷൻ ഡിസിഷൻ ഓഫ് ദ ടെനൻറ്റ്സ്. മനസ്സിലായോ? ഇവിടെ ഈ യഥാർത്ഥത്തിൽ ഈ ടെനന്റ് പിന്നെ വൻകിട ജന്മികളും കർഷകരും ഷെയർ ക്രോപ്പിംഗ് ഒക്കെ നടത്തുമ്പോൾ ദ എൻറ്റയർ പ്രൊഡക്ഷൻ ഡിസിഷൻസ് ആർ ആക്ച്വലി ടേക്കൺ ബൈ ദ ടെനൻറ്റ്സ്. ഇപ്പം അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല. ഇറ്റ് നൗ പെർമിറ്റ്സ് ദ ടെനൻറ്റ്സ് ടു ക്യാപ്ചർ ദ റിട്ടേൺസ് എക്സ്പെക്റ്റഡ് ഫ്രം ദെയർ ഓൺ ഡിസിഷൻ മേക്കിംഗ് വൈൽ പ്രൊട്ടക്ടിങ് ദ ലാൻഡ് ലോഡ്സ്. യഥാർത്ഥത്തിൽ ലാൻഡ് ലോഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് റെന്റിലാണ് they will be given their fixed rent. At the same time they can bring their entrepreneurial skill in agricultural operations. ഇനി അടുത്തത് ഫിക്സഡ് മണി ഒക്കെ പോട്ടെ. ലെജിസ്ലേഷൻ ആൻഡ് ലാൻഡ് ലീസിംഗ് സിസ്റ്റം. Restrictive land leasing laws usually make land leasing informal. Restrictive land leasing mean informal ആണ്. അതായത് ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. ഞാൻ പറഞ്ഞ മ്യൂച്വൽ ട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അസംഘടിതമായിട്ടുള്ള ഒരു രീതിയിൽ കൂടിയാണ്. മനസ്സിലായോ? അത് തമ്മിലല്ലേ നിങ്ങൾ പറയാം, ഓക്കെ ഞാൻ നിങ്ങളുടെ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്തോളാം. അവിടെ വേറെ മുദ്രപത്രത്തിൽ രണ്ടുപേരും എഴുതി ഒപ്പിടുന്ന പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് ഇൻസെക്യൂർ. അപ്പോൾ റെസ്ട്രിക്റ്റീവ് ലാൻഡ് ലീസിംഗ് ആണ്. റെസ്ട്രിക്റ്റീവ് മീൻസ് കുറച്ച് ലാൻഡ് ലീസിങ്. യൂഷ്വലി അത് ലാൻഡ് ലീസിങ് ഇൻഫോർമൽ ആണ്. അപ്പോൾ ഇൻസെക്യൂർ ആണ്, ഇൻഎഫിഷ്യൻ്റ് ആണ്. ആൻഡ് അപ്പോൾ അതിന് ലീഗലായിട്ടുള്ള ഒരു സാങ്ക്ടിറ്റി, നിയമപരമായിട്ടുള്ള ഒരു പിന്നെ സാങ്ക്ടിറ്റി ഇല്ല. ടെനൻറ്റ്സ് വുഡ് നോട്ട് ഹാവ് ആക്സസ് ടു ഇൻഷുർ. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതൊന്നും ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രേഖയായിട്ട് കാണിക്കാനായിട്ട് അവർക്ക് ഇല്ല. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ കിസാൻ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്നോ അവർക്ക്
ക്രെഡിറ്റ് കിട്ടാനോ കടം കിട്ടാനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് അവരുടെ ക്രോപ്പിന് ഇൻഷുറൻസ് ഏർപ്പെടുത്താനോ അതുപോലെ തന്നെ മറ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള സർവീസസ് അവർക്ക് കിട്ടാനായിട്ട് ഈ ഇൻഫോർമൽ ലീസിങ് ആയത് കാരണം പല കർഷകർക്കും സാധിക്കുന്നില്ല. അപ്പോൾ റെസ്ട്രിക്റ്റീവ് ലാൻഡ് ലീസിംഗ് ലോസ് വുഡ് റിഡ്യൂസ് ഓക്യുപ്പേഷണൽ മൊബിലിറ്റി ഓഫ് ദ ലാൻഡ് ഓണേഴ്സ് മേ വാണ്ട് ടു ഷിഫ്റ്റ് ടു നോൺ ഫാം എംപ്ലോയ്മെന്റ് ബട്ട് വുഡ് ബി forced to remain in agriculture due to the fear of losing land if they lease out and migrate. അപ്പോൾ the restrictive land leasing laws ഈ ഓക്യുപ്പേഷണൽ മൊബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്, ഈ റെസ്ട്രിക്റ്റീവ് ലാൻഡ് ലീസിംഗ് ലോസ് മീൻസ് പല ലാൻഡുകളും നമുക്കറിയാം അത് വെറുതെ നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ആവശ്യമായിട്ട് രേഖയൊന്നും ഇല്ലാതെ വെറുതെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാറിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഒരു സിവിൽ കേസ് കൊണ്ട് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മിനിമം 12 years മിനിമം അതിനകത്ത് ഒരു വിധി വരുന്നുണ്ടെങ്കിൽ. പക്ഷെ അപ്പോൾ ലാൻഡ് എല്ലാം വെറുതെ ലീസ് ഔട്ട് ചെയ്യാനായിട്ട് വെറുതെ സാധിക്കുന്നില്ല. പലപ്പോഴും അത് തരിശായിട്ട് ചിലപ്പോൾ പലവരും ഇടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ലീസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ബേസിൽ ലീസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറിയില്ലെന്നായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഈ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ലാൻഡ് ലീസിങ് ആക്ട്, റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ലാൻഡ് ലീസിങ് അത് എന്ത് ചെയ്യും, ഇറ്റ് വുഡ് reduce occupational mobility of the landowners. അവർക്ക് ഈ ലാൻഡ് വിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണ്, അവർക്ക് ചിലപ്പോൾ ഇത് വിട്ടിട്ട് അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും പാട്ടത്തിന് കൊടുത്തിട്ട് മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നോൺ ഫാം എംപ്ലോയ്മെന്റിലേക്ക് പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ബട്ട് വുഡ് ബി ഫോഴ്സ്ഡ് ടു റിമെയിൻ. പക്ഷെ അവർ ഗ്രാമത്തിൽ തന്നെ നിൽക്കാനായിട്ട് അവർ നിർബന്ധിതരാം. കാരണം എന്താണ് അവർ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ലാൻഡ് നഷ്ടപ്പെടുകയും ചെയ്യും. ആൻഡ് ഇഫ് ദ ലീസ് ഔട്ട് ആൻഡ് ദ മൈഗ്രേറ്റ്. അത് കാരണം ലെജിസ്ലേഷൻ ഓഫ് ലാൻഡ് ലീസിംഗ് ക്യാൻ പ്രൊമോട്ട് പ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ്, ലാൻഡ് ലീസിങ്ങിന് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷന് it can promote production, it can promote efficiency, it can promote occupational mobility and rural transformation. It would benefit the agricultural in several ways. ഏതെല്ലാമാണ് അഗ്രികൾച്ചറിന് ഇതേക്കുന്നത്? ഒന്ന്, പ്രൊമോട്ട് ട്രാൻസ്പെറന്റ് ആൻഡ് സെക്യൂർഡ് ലാൻഡ് ലീസിങ്സ്. നിയമപരമായിട്ടും മനസ്സിലായോ, നിയമപരമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ കൂടിയാണ് ലാൻഡ് ലീസ് ഔട്ട് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിരിക്കും. രണ്ടാമതായിട്ട് incentives for the tenants to make some permanent improvement for productivity enhancement, then make possible for the tenant farmers to access to krishi avarku loan edukkanayittu sadhikkum, then result in the better utilization of available land and labor resources, make possible to transfer land from less efficient farmers to more efficient farmers ആയിട്ട് അവർക്ക് ഇതെല്ലാം അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. Then landless agricultural laborers. ആരാണ് ഈ ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ അവർ ഭയങ്കര പ്രിക്കേറിയസ് ആൻഡ് മോസ്റ്റ് വൾണറബിൾ വർക്ക് ഫോഴ്സ് ഇൻ ദ ലാൻഡ്. അവർക്ക് എന്താണ്, അവർക്ക് ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സിന് ദേ മേ ഗെറ്റ് ഓൺലി സീസണൽ എംപ്ലോയ്മെന്റ്. അപ്പോൾ അവർക്ക് പ്രധാനമായിട്ട് സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, ജോബ് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, പോവർട്ടി ഉണ്ടാവും, കടബാധ്യത ഉണ്ടാവും, ബോണ്ടേജ് ഉണ്ടാവും, അടിമത്തം ഉണ്ടാവും, ഇനബിലിറ്റി ടു ഗെറ്റ് സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജസ് ഉണ്ടാവും. കാരണം അവർ ഓർഗനൈസ്ഡ് അല്ല, ഇല്ലിറ്ററസി ഉണ്ടാവും, മാൽ ന്യൂട്രീഷൻ ഉണ്ടാവും, ആവശ്യത്തിനുള്ള പോഷക ഗുണങ്ങളുണ്ടാവും, ഭക്ഷണം കിട്ടുന്നില്ല. ദെൻ പ്രൊഡക്റ്റീവ് അസറ്റ്സിന് അവർക്ക് ആക്സസ് ഉണ്ടാവില്ല, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവില്ല, lack of access to social security, inability to form organizations. Although they are covered, അതിന് വേണ്ടിയിട്ട് 1948 മിനിമം വേജ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, അവരുടെ ആവശ്യം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിവൺ ബൈ ഒന്ന് ഈ ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബറിന് ജോലി കൊടുക്കണമെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കണം, ഡെൻസിറ്റി നോക്കും, ഇറിഗേഷൻ ഫെസിലിറ്റി നോക്കും, സൈസ് ഓഫ് ദ ഓപ്പറേഷൻ ഹോൾഡിങ്സ്, എല്ലാം അടിസ്ഥാനത്തിലാണ് അവരുടെ ഡിമാൻഡ്. അതുകൊണ്ടാണ് പറയുന്നത് if other things remaining constant, നമ്മുടെ ഇത് പറഞ്ഞത് the demand is inversely related to minimum wages. That means minimum wages കൂടിയിട്ടുണ്ടെങ്കിൽ demand for labor may decline. But on the other hand, if market wages would be higher or lower than the minimum wages, depending on whether there is increase or decrease in income. Okay.
So there is widespread poverty, widespread unemployment, അതുപോലെ lack of access to productive assets, unsustainable jobs of landless laborers. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ എന്താണ് ലാൻഡ്ലെസ് എംപ്ലോയേഴ്സിന് അവർക്ക് കാത്തു നിൽക്കുന്ന അവരുടെ ഫെയ്റ്റ് അതാണ് നമുക്ക് നോക്കാം.